നമുക്കൊന്ന് നാട്ടിൽ പോകാൻ വേണ്ടിയിട്ട് ഷോപ്പിങ്ങിന് പോയാലോ. ഒരു മാസത്തിൽ ഏകദേശം അവിടുന്ന് ഇവിടുന്നൊക്കെ ആയിട്ട് ഓരോ ദിവസം പോയി ഷോപ്പ് ചെയ്യുമ്പോൾ എടുത്ത വീഡിയോസ് ആണ് കേട്ടോ ഇത്. പല സ്ഥലത്തു നിന്ന് എടുത്ത വീഡിയോസ് ആണ്. അതുകൊണ്ട് എവിടെ നിന്ന് എന്തെടുത്തു എന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ സത്യത്തിൽ. ആദ്യം പോയത് ബാഗ് കിട്ടുന്ന ഹാൻഡ് ബാഗ്സിൻ്റെ നല്ല ഹ്യൂജ് കളക്ഷൻസ് ഉള്ള ഒരു ഷോപ്പിലായിരുന്നു. എത്ര വെറൈറ്റി ഇതുണ്ടോ അത്രയും വെറൈറ്റി ആയിട്ട് ഉള്ള ബാഗുകൾ അവൈലബിൾ ആയിരുന്നു കേട്ടോ. ഹാൻഡ് ബാഗ്, ഷോർട്ട് ബാഗ്, അതുപോലെ തന്നെ കുറച്ച് വലിയ ബാഗുകൾ ഒക്കെ. അപ്പോൾ അതിനകത്തുനിന്ന് വേണ്ടത് ഞാൻ മമ്മിക്ക് വേണ്ടിയിട്ടും ഒക്കെ ആയിട്ട് ഇങ്ങനെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് കളക്ഷൻസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യം ഇങ്ങനെ കയ്യിൽ പിടിച്ചുകൊണ്ട് പോയി, അത് കഴിഞ്ഞിട്ട് അവിടെ വെച്ചു. അത് കഴിഞ്ഞ് തിരിച്ച് റൗണ്ട് അടിച്ച് ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടത് എടുക്കാൻ വന്നപ്പോഴേക്കും അത് ഓരോരുത്തരും എടുത്തുകൊണ്ട് പോയിട്ടോ. കാര്യം പറഞ്ഞാൽ അവിടെ ഇരിക്കുന്ന എല്ലാ ബാഗുകളും എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ എന്ന് വെച്ചാൽ നമുക്ക് എല്ലാ ബാഗും എടുത്തുകൊണ്ട് പോകാനൊന്നും പറ്റത്തില്ലല്ലോ. എനിക്ക് സാധനം മേടിക്കാൻ പോയാലും, ഞാൻ വേറൊരാൾക്ക് സാധനം മേടിക്കാൻ പോയാൽ പോലും എനിക്ക് അത്യാവശ്യം നല്ല സമയം എടുത്തിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ എന്തായാലും സാധനമൊക്കെ മേടിക്കുകയുള്ളൂ. ഇഷ്ടപ്പെട്ടത് നോക്കി എനിക്കിഷ്ടപ്പെടണം കളറ്, അവർക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്കിങ്ങനെ ചിന്തിച്ചെടുക്കണം. അങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ചിട്ടാണ് ഓരോ സാധനവും ഞാൻ സെലക്ട് ചെയ്യുക. അങ്ങനെ അത്യാവശ്യം കുറേ ഹാൻഡ് ബാഗുകളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ന്യൂസിൽ കണ്ടുകൊണ്ടിരുന്ന നാട്ടിൽ നിന്ന് വന്നപ്പോൾ ഞാൻ കൊണ്ടുവന്ന ഒരു ബ്ലാക്ക് ബാഗ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അത് തീർന്നു കേട്ടോ, പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അതുകൊണ്ട് എനിക്കും ബാഗ് മേടിക്കണമായിരുന്നു. അപ്പോൾ ഞാൻ എനിക്കും മേടിച്ചു കേട്ടോ. എനിക്കൊരു സ്ലിംഗ് ബാഗ് മേടിച്ചു, അതുപോലെ തന്നെ ഒരു ഹാൻഡ് ബാഗ്, ഇച്ചിരി വലിയൊരു ഹാൻഡ് ബാഗ് കൂടി മേടിച്ചിട്ടുണ്ടായിരുന്നു. കാരണം എയർപോർട്ടിൽ നമുക്ക് 3 kg ഒക്കെ നമുക്ക് കൊണ്ടുപോകാമല്ലോ. അതിന് വേണ്ടിയിട്ട് ഒരു ഹാൻഡ് ബാഗായിട്ട് ഈ ഒരു വൈറ്റ് ബാഗാണ് കേട്ടോ ഞാൻ എടുത്തത്. അവിടുത്തെ സെയിൽസിൽ നിന്ന ഒരു ചേച്ചി ആണ് എനിക്കിത് സെലക്ട് ചെയ്ത് തന്നെ. പിന്നെ പോയത് പെർഫ്യൂം മേടിക്കാൻ വേണ്ടിയിട്ട് DNPയുടെ ഷോപ്പിലോട്ടായിരുന്നു. ഇവിടെ കിട്ടിലൻ സ്മെല്ലുള്ള പെർഫ്യൂംസ് അവൈലബിൾ ആണ്. ഒരു 100 ml ഏകദേശം €20, €25, €30 അങ്ങനെ എന്തൊക്കെയോ ആണ് കേട്ടോ. എനിക്ക് എൻ്റെ കറക്റ്റ് ഇത് ഞാൻ ഓർക്കുന്നില്ല. പക്ഷെ ഒത്തിരി കളക്ഷൻസ് ഉണ്ട്. യൂണിസെക്സ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ വുമൺസിനായിട്ടുള്ളതും പിന്നെ മെൻസിന് വേണ്ടിയിട്ടുള്ള കളക്ഷൻസ് ഇവിടെയുണ്ട്. ചിലതൊക്കെ നല്ലതാണ് കേട്ടോ. ചിലത് എനിക്കിങ്ങനെ പെർഫ്യൂമിനോട് ഞാൻ അത്ര അഡിക്റ്റ് ആയിട്ടുള്ള ഒരാളല്ല. അതുകൊണ്ടായിരിക്കും എനിക്ക് പെർഫ്യൂം സെലക്ട് ചെയ്യാൻ അത്യാവശ്യം നല്ല സമയവും എടുത്തു. എനിക്കങ്ങനെ എല്ലാം അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഉള്ളതിൽ കുറച്ച് ഇഷ്ടപ്പെട്ട പെർഫ്യൂം എല്ലാം നോക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൽ നാട്ടിൽ പോകുന്നവരെന്താ മേടിക്കുന്നതെന്നൊന്നും എനിക്കറിഞ്ഞൂടാ കേട്ടോ. കുറേ മിഠായികൾ അങ്ങനെയൊക്കെ മേടിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. ഓൾറെഡി ഞാൻ മിഠായി പിന്നെ കുറച്ച് നട്ട്സ് കാര്യങ്ങളെല്ലാം പാക്സ് വഴിയാണ് ഓർഡർ ചെയ്യുന്നത്. അതുകൊണ്ട് അത് എനിക്കത്ര ഇതില്ല. പക്ഷേ ബാക്കിയുള്ള സാധനങ്ങൾ നമുക്ക് എന്തായാലും നടന്ന് മേടിക്കേണ്ട തന്നെ വേണമല്ലോ. നമുക്ക് പേഴ്സണലായിട്ട് നമ്മുടെ പേരൻസിനൊക്കെ വേണ്ടിയിട്ടുള്ളത്. കുറച്ച് നടന്നപ്പോഴേക്കും അത്യാവശ്യം നല്ല ക്ഷീണമായി. കാരണം വൈകുന്നേരമാണ്, ഡ്യൂട്ടി കഴിഞ്ഞിട്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ സാധനമൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ഓരോ ദിവസം ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരുന്നത്. പിന്നെ ഒരു 1 വീക്കൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ഇറങ്ങി കേട്ടോ. കുറച്ച് സാധനങ്ങളോടി മേടിക്കാമല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ടായിട്ട് വീണ്ടും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് തന്നെ ഒരു കോൾഡ് കോഫിയൊക്കെ കുടിച്ച് ഒന്ന് ഫ്രഷ് ആയിട്ടാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. കുറച്ച് ഫ്രഷ് ആയിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചധികം ദൂരം നടക്കാനുണ്ട്. ഇവിടെ നിന്ന് അത്യാവശ്യം നടന്നിട്ട് വേണം. അപ്പോൾ നമുക്കിനി സാറയിലോട്ട് പോകാം. സാറയിൽ ചെന്നിട്ട് ഞാൻ മിക്കുവിനാണ് അവിടെ നിന്ന് കൂടുതലും എടുത്തത്. എനിക്കെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കി, പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ട അത്ര അതൊന്നും കിട്ടിയില്ല. സാറയിൽ ഈ ഒരു സമ്മർ സെയിലൊക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം കളക്ഷൻ എല്ലാം തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഇഷ്ടപ്പെട്ടതൊന്നും കിട്ടണമെന്നുമില്ല, ഇഷ്ടപ്പെട്ടത് കിട്ടി അതിൻ്റെ സൈസും ഒക്കണമെന്നുമില്ല കേട്ടോ. അതുപോലെ അത്യാവശ്യം കളക്ഷനൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ആ സാറയിൽ നിന്ന് ഒരുപാടൊന്നും പർച്ചേസ് ചെയ്തിട്ടുള്ള എൻ്റെ കുറച്ച് പാൻസ് അങ്ങനത്തെയൊക്കെ പർച്ചേസ് ചെയ്തിട്ടുള്ളൂ. പക്ഷേ അതൊക്കെ നല്ല ലാസ്റ്റിംഗ് ആണ് കേട്ടോ. പെട്ടെന്ന് അങ്ങനെ സ്റ്റിച്ചൊന്നും പോകത്തൊന്നുമില്ല. ജോലി കിട്ടിയതിന് ശേഷമാണ് കേട്ടോ എനിക്കിഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ ഞാൻ കൂടുതലും മേടിച്ച് തുടങ്ങിയത്. ജോലി കിട്ടണതിന് മുന്നേ വരെ ഞാൻ അത്ര ഇതല്ലായിരുന്നു. പക്ഷേ എനിക്ക് സാലറി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊരു ഇച്ചിരി പൈസയും കൊണ്ട് എനിക്ക് എന്തെങ്കിലും മേടിക്കുമ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷമായിട്ടാണ് കേട്ടോ ഫീൽ ചെയ്തിട്ടുള്ളത്. അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട കളക്ഷൻ നോക്കിയപ്പോൾ അതിനകത്ത് എനിക്ക് പറ്റിയ സൈസൊന്നുമില്ല കേട്ടോ. സൈസിൽ നല്ല ഡിഫറൻസ് വരുന്നുണ്ട്. പിന്നെ എവിടെയെങ്കിലും എനിക്ക് ഒരു ഫ്രണ്ട് പോർഷൻ എനിക്ക് ഇഷ്ടപ്പെട്ട ബാക്ക് പോർഷൻ എനിക്ക് ഇഷ്ടപ്പെടത്തില്ല. പിന്നെ ഒരു വിധത്തിൽ എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്യണമല്ലോ എന്ന് വിചാരിച്ച് ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്നേരം ഇറക്കത്തില്ല. അങ്ങനെ കുറേ ഇതും കൊണ്ട് എനിക്ക് വേണ്ടാന്നങ്ങ് വെച്ചു. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ഒരു ബ്രൗൺ ആയിരുന്നു. അതെനിക്ക് ഓൾറെഡി ബ്രൗണിൻ്റെ ഷെയ്ഡ്സ് ഒരുപാടുണ്ട് കേട്ടോ. പിന്നെ ഈ വൈറ്റ് ഇഷ്ടപ്പെട്ടു. പക്ഷേ എൻ്റെ മുകളിലോട്ട് കൈയൊന്നും ഇല്ലാത്തതുകൊണ്ട് അത് ഞാൻ വേണ്ടാന്ന് വെച്ചു. പിന്നെ ഇതിന് കുറച്ച് ഇറക്കവും കുറവായിരുന്നു കേട്ടോ. പക്ഷെ കാണാൻ നല്ല കിട്ടിലനായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞു കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ചേരും. പിന്നെ ഞാൻ അവിടെ നിന്ന് മാറിയിട്ട് കുട്ടികളുടെ സെക്ഷനിലോട്ട് പോയിട്ടുണ്ടായിരുന്നു, കിഡ്സിൻ്റെ സെക്ഷനിൽ. പിന്നെ ഞാൻ അവിടെ നിന്ന് തൂത്ത് വരെയാണ് ചെയ്തത്. കുറേ മിക്കൂന് ഡ്രസ്സ് എടുത്തു, കുറേ ജീൻസ് എടുത്ത് 2-3 ജീൻസ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ടോപ്പ് എടുത്തു, ഷർട്ട് എടുത്തു, കുറച്ച് ടീഷർട്ട് എടുത്തു. അങ്ങനെ കുറച്ച് കളക്ഷൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം എടുത്തിട്ടുണ്ട്. ഇവിടുത്തെ കുട്ടികളുടെ 4 വയസ്സിൻ്റെ സൈസിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതൊക്കെ ഇനി മിക്കൂന് പാകാവോ ഉള്ളതാണ് ഒരു ഡൗട്ടുള്ളത്. ഗേൾസിൻ്റെ സെക്ഷനിലോട്ട്
ഒത്തിരി കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ കുഞ്ഞു പെൺപിള്ളേർക്ക്. ഇത് പെൺകുട്ടികളുടെ എന്തോ ജാക്കറ്റായിരുന്നു, പക്ഷേ അത് ഞാൻ മിക്കുവിന് എടുക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. പിന്നെ അവർ പറഞ്ഞു, അവിടെയുള്ള സെയിൽസിലുള്ള ആൾ പറഞ്ഞു അത് പെൺകുട്ടികളുടെ ആണെന്ന് പറഞ്ഞു. പിന്നെ നമുക്കുള്ള നോക്കി പിടിച്ച് കുറേയൊക്കെ ഒരുപാട് ഓഫർ സെയിൽ നടക്കുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല റേറ്റിൻ്റെ ഡിഫറൻസും ഉണ്ടായിരുന്നു. അങ്ങനെ കുറേയൊക്കെ എടുത്തു കേട്ടോ. പിന്നെ നമ്മൾ നാട്ടിൽ കാണുന്ന അതേ ഡിസൈൻസ് അല്ലെങ്കിൽ നാട്ടിൽ കിട്ടുന്ന എല്ലാ സാധനങ്ങളും തന്നെയാണ് ഇവിടെയും കിട്ടുക. പ്രത്യേകിച്ചൊന്നുമില്ല, ഇവിടെ നിന്ന് കൊണ്ടുവന്നു അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇച്ചിരി റേറ്റ് കൂടുതലുണ്ടെങ്കിലേ ഉള്ളൂ കേട്ടോ. അത്യാവശ്യം ഇവിടെ ഈ ഒരു ടൈം സ്പെൻഡ് ചെയ്ത് അത്യാവശ്യം നമ്മൾ സാധനങ്ങളും എടുത്ത് നമുക്ക് വേണ്ടതെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ മേടിച്ച് നമ്മൾ ബില്ല് ചെയ്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ അടുത്ത കുറച്ച് ഷോപ്പിലോടും പോകണമെന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഡെലിവറിയുടെ കുറച്ച് ഗിഫ്റ്റ് ഐറ്റംസ് മേടിക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനും എന്തായാലും പോകണം. പിന്നെ MUIയിൽ പോയിട്ടുണ്ടായിരുന്നു ഒരു നെക്ക് പില്ലോ മേടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പോണ വഴിക്കാണ് ഞാൻ ട്വിറ്ററിൻ്റെ ഒരു ഫൗണ്ടേഷൻ, നമ്മൾ ഭയങ്കര വൈറലായിട്ട് ഇച്ചിരി അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷനാണ് അത്. എൻ്റെ സ്കിൻ ഷെയ്ഡ് നോക്കി ഓൺലൈനായിട്ട് നമുക്ക് മേടിക്കാം, പക്ഷേ നമുക്ക് ട്രൈ ചെയ്ത് മേടിക്കുകയാണെങ്കിൽ നല്ലതാണല്ലോ. ട്വിറ്ററിനാണ് പറയുന്നത്. ഇനിയിപ്പോൾ ഞാൻ പറയണതിൻ്റെ പ്രൊനൗൺസിയേഷൻ വ്യത്യാസം ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതിൻ്റെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു കേട്ടോ മാൾട്ടയിൽ. അപ്പോൾ ഞാൻ അവിടെ പോയി ട്രൈ ചെയ്ത് ഒരു ഫൗണ്ടേഷൻ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ ആ 36 യൂറോയ്ക്ക് ഞാൻ മേടിച്ച ആ ഒരു ഫൗണ്ടേഷൻ്റെ ഉള്ളിൽ ഒരു 8-10 തവണ യൂസ് ചെയ്യാനല്ലാതെ അത് കൂടുതലില്ല കേട്ടോ. 36 യൂറോ എന്ന് പറയുമ്പോൾ ഏകദേശം നമ്മുടെ നാട്ടിലെ 3800 രൂപ വരും ആ ഒരു ഫൗണ്ടേഷന്. പിന്നെ മെറ്റാ വൈൽഡിൻ്റെ ഒരു ഐഷാഡോ പാലറ്റും പിന്നെ ഒരു ബ്ലഷിൻ്റെ ഇതും പിന്നെ ഐബ്രോ ഫില്ലറും ഇത്രയും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ കയ്യിൽ ഓൾറെഡി ഐഷാഡോ പാലറ്റ് ഉണ്ടായിരുന്നു, അതിൻ്റെ എക്സ്പയറി ആയി. അപ്പോൾ അതുകൊണ്ട് അതിന് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇത് ഞാൻ എനിക്ക് വേണ്ടിയിട്ടോ ആർക്ക് വേണ്ടിയിട്ടും മേടിച്ചതല്ല, ഇത് നമുക്കൊരു ഗിഫ്റ്റ് കൊടുക്കാനുണ്ടായിരുന്നു. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ പർച്ചേസ് ചെയ്തതാണ് കേട്ടോ. ആ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ ബ്രാൻഡ് പറഞ്ഞ് നമ്മളത് സെലക്ട് ചെയ്ത് വന്ന് പർച്ചേസ് ചെയ്തിട്ട് അത് ഗിഫ്റ്റ് റാപ്പ് ചെയ്തിട്ട് നമ്മൾ കൊണ്ടേ കൊടുക്കും. അങ്ങനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു. ഇതും അവിടെ തന്നെ അടുത്തുള്ള ഒരു മാള് പോലെ എന്തോ ഒരു സംഭവമായിരുന്നു. പോകുന്ന വഴിക്ക് കണ്ടുപിടിച്ച് ഇങ്ങനെ പെർഫ്യൂമിൻ്റെ ഷോപ്പ് കണ്ടുപിടിച്ച് അങ്ങനെ മാപ്പിട്ട് പോയതാണ്. പക്ഷേ ഇതിൻ്റെ ഉള്ളിലോട്ട് ഇതൊരു സെൻട്രൽ മാൾ പോലെയാണ്. മീൻസ് ഇതിൻ്റെ ഉള്ളിലോട്ട് കയറിയാൽ അകത്ത് നിറച്ചും കുറേ ഷോപ്പുകളുണ്ട് കേട്ടോ. കുറേ ഷോപ്പുകളുണ്ടായിരുന്നു നമുക്ക് ഷോപ്പ് ചെയ്യാൻ പറ്റിയ ഓഫേഴ്സായിട്ടും അതുപോലെ തന്നെ കോസ്മെറ്റിക്സിൻ്റെ ആണെങ്കിലും ഒക്കെ ആയിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് MUIയിൽ വീണ്ടും പോയിട്ടുണ്ടായിരുന്നു. ആൾട്ടയിൽ MUI എന്ന് പറഞ്ഞ ഷോപ്പിൽ നമുക്ക് കുറച്ചുകൂടി അഫോർഡബിൾ ആയിട്ട് നമുക്ക് സാധനങ്ങളൊക്കെ മേടിക്കാൻ പറ്റും കേട്ടോ. അപ്പം നമ്മുടെ പേഴ്സണൽ യൂസിനുള്ള സാധനങ്ങളെല്ലാം തന്നെ ഏകദേശം ഞാൻ ഇവിടെ നിന്നൊക്കെ തന്നെയാണ് മേടിക്കാറുള്ളത്. മീൻസ് ക്ലിപ്സ്, അതുപോലെ തന്നെ എന്തെങ്കിലും ഹെയറിൻ്റെ ആക്സസറീസ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് മാത്രമല്ല കേട്ടോ, നമുക്ക് ഓർണമെൻറ്റ്സ് കിട്ടും, അതുപോലെ തന്നെ വാച്ച് കിട്ടും, ഇത് സൺഗ്ലാസസ് കിട്ടും. അങ്ങനെ കുറേ സാധനങ്ങൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ. ചിലതിനൊക്കെ റേറ്റ് ഉണ്ട്, ചിലതിനൊന്നും റേറ്റ് ഇല്ല. അങ്ങനെ ഇവിടെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ MUI ഇവിടെ ഒത്തിരി ഷോപ്സ് ഉണ്ട്. ഒരുവിധം എല്ലാ സ്ഥലത്തും നമുക്ക് MUI എന്ന് പറഞ്ഞ ഷോപ്പ് ഉണ്ടാവും. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ചെരുപ്പ് കിട്ടും, ഫുഡ് വെയേഴ്സ് ആണെന്നുണ്ടെങ്കിലും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ലഗേജ് അങ്ങനത്തെ ബാഗുകളൊക്കെ വേണമെന്നുണ്ടെങ്കിലും അതും ഇവിടെ കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ അതും മേടിക്കണം എന്ന് വിചാരിക്കുന്നു, പക്ഷേ ഞാൻ മേടിച്ചില്ല. ഓൾറെഡി എൻ്റെ കയ്യിലൊരു പെട്ടി ഉണ്ട്, അത് ഞാനിങ്ങനെ മാറ്റി വെച്ചേക്കായിരുന്നു. പിന്നെ ഒരു പഴയ പെട്ടി എൻ്റെ കയ്യിലുണ്ട്, അപ്പോൾ അതെടുക്കാമെന്ന് വിചാരിച്ചാണ് വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ വെറുതെ പൈസ കളയണ്ടല്ലോ. ചെരുപ്പൊക്കെ ഞാൻ വെറുതെ ജസ്റ്റ് ട്രയൽ ചെയ്ത് നോക്കിയതാണ്, മേടിക്കാൻ വേണ്ടിയിട്ട് ട്രയൽ ചെയ്തൊന്നുമല്ല. വന്നു തൊട്ട് ഞാൻ ഈ ബ്ലാക്ക് ചെരുപ്പ് ഇട്ടുകൊണ്ടാണ് കേട്ടോ നടക്കുന്നത്. വിൻ്ററിൻ്റെ സമയത്ത് ഞാനത് പുറത്തിറക്കാറില്ല, കാരണം തണുക്കുമെന്നുള്ളത് കൊണ്ട് അതെടുക്കത്തില്ല. പിന്നെ അല്ലാത്ത സമയത്ത് ഈ സമ്മർ ആയപ്പോൾ തൊട്ട് ഞാൻ ഈ ഒരു ബ്ലാക്ക് ചെരുപ്പിലാണ് നിന്ന് പോകുന്നത്. അത് എപ്പോൾ പൊട്ടുന്നു അന്നേരമായിരിക്കും ഞാൻ ഇനി അടുത്ത ചെരുപ്പ് മേടിക്കുക. ബീച്ച് ബാഗൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം റേറ്റ് ഇവിടെ കുറവാണ് കേട്ടോ. ഇനിയിപ്പോൾ വേറെ ഓഫറിൽ വേറെ എവിടെയെങ്കിലും ഇതിലും കുറവുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനിത് കണ്ടപ്പോൾ എനിക്കിത് അത്യാവശ്യം കുറവുള്ള പോലെ വേറൊരു കടയെ കമ്പയർ ചെയ്ത് വെച്ച് നോക്കിയപ്പോൾ കുറവുള്ളതുപോലെ ഫീൽ ചെയ്തായിരുന്നു. ഈ ഒരു ലഗേജിൻ്റെ അത്യാവശ്യം നല്ല കളർ വെറൈറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പച്ച, മഞ്ഞ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. ഇത് വേറൊരു വീക്കിൽ ഒരു ദിവസം ഇങ്ങനെ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് വീണ്ടും ഇറങ്ങിയതാണ്. ഇത് ഗ്രീൻസിലാണ് വന്നത്, ഗ്രീൻസ് സൂപ്പർ മാർക്കറ്റിലാണ്. ഇവിടെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് കിട്ടുവാണെങ്കിൽ മേടിക്കാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ് കേട്ടോ. അങ്ങനെ പ്രത്യേകിച്ച് വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളൊന്നും എനിക്ക് കിട്ടിയില്ല. ഞാൻ എന്തെങ്കിലും ഷാമ്പുവോ അങ്ങനത്തെയൊക്കെ മേടിക്കണം എന്ന് വിചാരിച്ചാണ് കേട്ടോ വന്നത്. പിന്നെ എനിക്കല്ലാതെ തന്നെ കുറച്ച് ഷോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതോടെയും കൂടിയിട്ട് രണ്ടും കൂടി ഒരുമിച്ച് നടത്താലോ എന്ന് വിചാരിച്ചാണ് ഗ്രീൻസിലോട്ട് വന്നത്. സാധനങ്ങൾ മേടിക്കാൻ പോകുമ്പോൾ എനിക്ക് യാതൊരു ഐഡിയ ഇല്ല എന്താ മേടിക്കണ്ടേ എന്താ മേടിക്കാത്തത് എന്നൊന്നും എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ എനിക്ക് ഈ താഴത്തൊന്നും ഒന്നും മേടിക്കാനില്ല, അടുത്ത സെക്ഷനിലാണ് ഒന്ന് മേടിക്കാനുള്ളതെന്ന് പറഞ്ഞാണ് ഞാൻ അപ്പുറത്തെ സെക്ഷനിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇവിടെ നമുക്ക് ലിൻഡിൻ്റെ ചോക്ലേറ്റ് കിട്ടും,
അതുപോലെ തന്നെ സ്വിറ്റ്സർലാൻഡ് ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ചോക്ലേറ്റ്സ് കിട്ടും. അപ്പോൾ എനിക്ക് അതൊക്കെ മേടിക്കണം എന്നുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും പസ്തയുടെ വെറൈറ്റിയോ പിന്നെ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് മിക്കോന് എന്തെങ്കിലും മേടിക്കണം, വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ മേടിക്കാമെന്ന് വിചാരിച്ചാണ് ഞാൻ ഇങ്ങോട്ട് കയറിയത്. പക്ഷേ എനിക്കങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇവിടുന്ന് അധികം കണ്ടെത്താനൊന്നും പറ്റില്ല. സ്കിൻ കെയർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിക്കുമ്പോൾ എനിക്കിത് അലർജി ഉണ്ടാക്കുമോ, അല്ലെങ്കിൽ നമ്മൾ ഒരാൾക്ക് കൊടുക്കുമ്പോൾ അവർക്കത് അലർജി ഉണ്ടാക്കുമോ, അല്ലെങ്കിൽ അതിൻ്റെ സ്മെല്ല് നല്ലതായിരിക്കും, നമ്മൾ യൂസ് ചെയ്തിട്ടില്ലാത്ത സാധനം നമ്മൾ എന്തിരിതിലായിരിക്കും നമ്മളത് മേടിക്കുക. അപ്പോൾ അതൊക്കെ ഓർത്തിട്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ സ്കിൻ കെയർ ഒരുപാടൊന്നും ഞാൻ മേടിച്ച് കൂട്ടാത്ത കേട്ടോ. കുറേയൊക്കെ ഞാൻ റിവ്യൂ ഒക്കെ നോക്കിയിട്ടാണെന്നുണ്ടെങ്കിലും ഞാൻ സെർച്ച് ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് ഉദ്ദേശിച്ച സാധനങ്ങളൊന്നും ഇവിടെ കിട്ടുന്നില്ല കേട്ടോ. കണ്ണിൽ കണ്ടത് ഇഷ്ടപ്പെട്ടത് നോക്കിയിട്ട് അത്യാവശ്യം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താണോ നല്ലതെന്ന് നോക്കിയിട്ട്. ഇവിടെ അധികം ഓഫേഴ്സൊന്നും ഉണ്ടായിരുന്നില്ല ഗ്രീൻസിൽ. ഇവിടെ പിന്നെ വിക്ടോറിയ സീക്രട്ട് അല്ലേ, അതെ, അതിൻ്റെ ഒരു ബോഡി ലോഷൻ ഉണ്ടായിരുന്നു, ടെസ്റ്റർ ആയിരുന്നു കേട്ടോ. സ്റ്റോക്കിൽ അവൈലബിൾ ആയിട്ടുള്ളതൊന്നും എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല, ഒരു മണമൊന്നും എനിക്കത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ കുഴപ്പമില്ല, നല്ല മോയ്സ്ചറൈസിങ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഷാമ്പൂ നോക്കിയിട്ടുണ്ടായിരുന്നു, കുട്ടികളുടെ ഷാമ്പൂ ഒക്കെ ഉണ്ടായിരുന്നു. അത് ഞാൻ 2 എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, കുഞ്ഞുങ്ങളുടെ ഷാമ്പൂ. നാട്ടിൽ പോകാൻ ടിക്കറ്റ് എടുത്തതിന് ശേഷം ഞാൻ ആരെ കണ്ടാലും ഒന്ന് ചോദിക്കും, എന്താ നാട്ടിൽ പോകുമ്പോൾ സാധാരണ എല്ലാവരും മേടിക്കാറുള്ളതെന്ന്. ഞാൻ ആദ്യമായിട്ടാണല്ലോ പോകുന്നത്, എനിക്കിതിനെക്കുറിച്ച് വലിയ പിടിപാടൊന്നുമില്ല. ഈ നാട്ടിൽ പണ്ട് ചാച്ചമാരൊക്കെ ഗൾഫിൽ നിന്നൊക്കെ വരുമ്പോൾ എന്തെങ്കിലും പെട്ടി നിറച്ച് മിഠായിയും സോപ്പും ഒക്കെ ആയിട്ട് വരുന്നതൊക്കെയാണ് എൻ്റെ മനസ്സിലുള്ളത്. അപ്പോൾ ഞാനും ആ ഒരു ഐഡിയയിലോട്ടാണ് മിക്കതും പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും കുറച്ച് വെറൈറ്റി ആയിട്ട് എനിക്ക് എന്തെങ്കിലും മേടിക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിലോ എന്ന് വിചാരിച്ചാണ് ഞാൻ ഇങ്ങനെ ഇറങ്ങി തിരിച്ചത്. പക്ഷെ എന്നെയും കൊണ്ട് ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നാട്ടിൽ കിട്ടുന്ന എല്ലാ സാധനവും ഇവിടെയും കിട്ടി. തോന്നുന്നു നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരുവിധം എല്ലാം ഇമ്പോർട്ടഡ് ആയിട്ടുള്ള സാധനങ്ങൾ അവൈലബിൾ ആണ് കേട്ടോ. അവിടുത്തെ ആ ഒരു പ്രൈസ് തന്നെയാണ് ഇവിടെയും വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇതിൻ്റെ ക്വാളിറ്റി ഡിഫറൻസ് ഉണ്ടോയെന്ന് മാത്രം എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ കുറേ ബേബി പ്രൊഡക്ട്സ് ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. ബേബി പ്രൊഡക്ട്സ് ഒന്നും ഞാൻ മേടിച്ചില്ല കേട്ടോ. തപ്പി നടക്കൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. എൻ്റെ ആ ഒരു കാർട്ടിലോട്ട് ഒന്നും തന്നെ വീണിട്ടുണ്ടായിരുന്നില്ല. ഞാനിങ്ങനെ ഓരോന്നെടുത്ത് നോക്കും, അത് മണത്ത് നോക്കും, അത് നല്ലതാണോ എന്ന് നോക്കും. അപ്പം അതിനകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടത് മാത്രം കാർട്ടിലോട്ട് വീഴും, അല്ലാത്തതൊക്കെ അങ്ങനെ തിരിച്ചു തന്നെ വയ്ക്കും. ഇത് ഉന്തിക്കൊണ്ട് നടക്കല്ലാതെ. പിന്നെ ഞാൻ അന്വേഷിച്ച് വന്നാൽ ഇന്ത്യൻ്റെ ചോക്ലേറ്റ് എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏകദേശം നമുക്കിവിടെ ചില സമയത്ത് ഓഫറിൽ നമുക്ക് €7 കിട്ടും, ചില സമയത്ത് ഇത് €10 ആയിരിക്കും. അങ്ങനെ കുറച്ച് ചോക്ലേറ്റ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അല്ലാതെ ഞാൻ കുറച്ച് ചോക്ലേറ്റ്സ് പാക്സി വഴിയാണ് ഓർഡർ ചെയ്തത്. പിന്നെ കുറച്ച് ഇറ്റാലിയൻ പസ്ത മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് കിക്കാറ്റ് ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചോക്ലേറ്റ് ബൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി മേടിച്ചാണ്, കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മേടിച്ചതല്ല. പിന്നെ കുറച്ച് പസ്ത മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് അത്യാവശ്യം കുറച്ച് സാധനങ്ങളെ മേടിച്ചോളുന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ലൊരു ബില്ലായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏകദേശം നമുക്ക് ഒരു 120 അടുത്തെങ്ങാണ്ട് എനിക്ക് ബില്ലായിട്ടുണ്ടായിരുന്നു. ലിബിയേട്ടൻ്റെ സിനിമയില്ലേ നമ്മുടെ മോസ് ആൻഡ് ക്യാറ്റൊക്കെ, അതിനകത്താണ് ഞാൻ ഈ മിഠായി ആദ്യമായിട്ട് കാണുന്നത് കേട്ടോ. ഇത് സ്വിറ്റ്സർലൻഡിൻ്റെ ചോക്ലേറ്റ് ആണ്. അപ്പോൾ അവിടുത്തെ ഇമ്പോർട്ടഡ് ആയിട്ട് വരുന്ന ചോക്ലേറ്റ് ആണ് കേട്ടോ. പിന്നെ ഈ ഒരു സംഭവം ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇതും എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സാധനമാണ്. കംപ്ലീറ്റഡ് ആയിട്ടുള്ളൊരു ഷോപ്പിംഗ് വീഡിയോ ആണോ എന്ന് ചോദിച്ചാൽ അല്ല കേട്ടോ. എന്നെ കൊണ്ട് ഞാൻ എപ്പോഴൊക്കെയോ പോയപ്പോൾ എടുത്ത കുറച്ച് വീഡിയോസ് മാത്രമേ ഇതിനകത്തുള്ളൂ. ഞാനെന്ന് വെച്ചാൽ ഈ ഒരു ഷോപ്പിങ്ങിനോട് കൂടിയിട്ട് ഞാൻ എല്ലാം മേടിച്ച് തീർത്തിട്ടുമില്ല, എനിക്ക് വേണ്ടതിട്ട് കിട്ടിയിട്ടുമില്ല കേട്ടോ. ഞാൻ അന്വേഷിച്ച് കിടക്കുന്ന സാധനങ്ങളൊന്നും, എൻ്റെ മൈൻഡിലുള്ള സാധനങ്ങളൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. ഇതെല്ലാം ചിന്തിച്ച് ഞാൻ ഓൾറെഡി സാധനങ്ങളൊക്കെ മേടിച്ച് കഴിഞ്ഞിട്ടാണ് 2 ഇതായിട്ടാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് കിലോ എനിക്ക് ലഗേജും ഉണ്ടാകാൻ പറ്റില്ല കേട്ടോ. അത് ഞാൻ സത്യം പറഞ്ഞാൽ ഓർക്കാതെയാണ് ഈ ഷോപ്പിങ്ങിനെല്ലാം ഇറങ്ങിത്തിരിക്കുന്നത്. എനിക്ക് 20 കിലോയാണ് കൊണ്ടുവരാൻ പറ്റുള്ളൂ, പിന്നെ ഒരു 7 കിലോയും. അപ്പോൾ ഇത്രയും ഒരു ഇതിൻ്റെ ഉള്ളിൽ നമുക്കിതെല്ലാം കൂടിയും ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമോ ഉള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. അത്യാവശ്യം നല്ല വെയിറ്റ് ആവും. ആദ്യം വിചാരിച്ചത് 30 കിലോ വരെ ഉണ്ടാവുമെന്നാണ് കേട്ടോ. പിന്നെയാണ് ടിക്കറ്റ് എടുത്ത് നോക്കി കഴിഞ്ഞപ്പോൾ 20 കിലോയാണ് ഉള്ളൂ എന്നുള്ളത് മനസ്സിലാക്കിയത്. അതായത് ടിക്കറ്റിൻ്റെ റേറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ കിലോയുടെ ഇതുകൂടി കുറച്ചത്. ഒരുപാട് കൊണ്ടുപോകണം എന്നുള്ള ഒരു ഉദ്ദേശമൊന്നും ആദ്യത്തെ ഇതിനകത്ത് അങ്ങ് ഉണ്ടായിരുന്നില്ല, ആദ്യത്തെ ചിന്തയിൽ ഉണ്ടായിരുന്നില്ല. പിന്നെ എന്തൊക്കെയോ മേടിക്കണം എന്നുള്ളൊരു ചിന്ത മാത്രമേ ആയിക്കൊണ്ടിരുന്നു കേട്ടോ. അങ്ങനെയാണ് എന്തൊക്കെയോ മേടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചത്. നാട്ടിലോട്ടുള്ള ഷോപ്പിംഗ് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. എന്തായാലും അത്യാവശ്യം വീഡിയോസൊക്കെ എടുത്ത് ഇൻക്ലൂഡ് ചെയ്ത് ഒരു വീഡിയോ ആക്കിയിട്ടുണ്ടായിരുന്നു.